വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സർഗക്ഷേത്ര 89.6 FM ഇന്ന് നമ്മൾ ഉയരയിൽ എത്തിയിരിക്കുമ്പോൾ കൂടെയുള്ള തന്നെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വലിയൊരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിലുള്ള, ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് അറിയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സ്കിൽ ഡെവലപ്മെന്റിലൂടെയും അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലൂടെയും സ്ത്രീ ശാക്തീകരണം സാധ്യമാവാൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരുപാട് നാളത്തെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 20 വർഷത്തോളം അത് സാധ്യമാകും എന്ന് തെളിയിച്ചിട്ടുള്ള വലിയൊരാളാണ് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ അധികം സസ്പെൻസ് ഇടുന്നില്ല. നമ്മുടെ സ്വന്തം ഏറ്റുമാനൂരിനടുത്തുള്ള അർച്ചന വിമൻ സെന്ററിലെ നമ്മുടെ സ്വന്തം ഡയറക്ടർ, അതുപോലെ ഫൗണ്ടർ ആയിട്ടുള്ള ട്രേസിയമ്മ മാത്യു സിസ്റ്ററാണ് നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ, ഏറ്റവും സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഒരുപാട് സ്വാഗതം അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഏറ്റവും സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് സിസ്റ്ററും എത്തിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അർച്ചന വിമൻ സെന്റർ ഇപ്പോൾ ഈ ഒരു വർഷം 2025 ആവുമ്പോൾ 20 വർഷത്തോളം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് അർച്ചന. തീർച്ചയായും. യെസ്. അപ്പോൾ അർച്ചന എന്ന് പറയുന്നത്, നമ്മൾ ആ പേരിൽ തന്നെ ഒരു ഓഫറിങ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്നുള്ളൊരു അർത്ഥമുണ്ട്. എന്തായാലും പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഇത്രയും വലിയൊരു സക്സസ് അർച്ചന വിമൻ സെന്ററിന് കിട്ടിയിട്ടുള്ളത് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അധികം നമ്മൾ സസ്പെൻസ് ഇട്ടിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് വേഗം തന്നെ അർച്ചനയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം അല്ലേ? ശരിക്കും ട്രേസിയമ്മ മാത്യു എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റർ എത്രയും അടിപൊളിയാണെന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ, മനസ്സിലാക്കാനായിട്ട് പോകുന്നുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഒരു അർച്ചന വിമൻ സെന്റർ ഉണ്ടാവാനുള്ള കാരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ? ശരിക്കും എന്താണ് സിസ്റ്ററിനെ ഈ ഒരു ഫൗണ്ടേഷൻ അല്ലെ അർച്ചന വിമൻ സെന്ററിലേക്ക് കൊണ്ടുവരാൻ സിസ്റ്ററിനെ പ്രേരിപ്പിച്ചൊരു ഘടകം? ഓക്കെ, അന്ന ആദ്യം തന്നെ എന്നോട് ചോദിച്ചു, അർച്ചന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എന്നുള്ള അർത്ഥമല്ലേ? ഈ പേരെങ്ങനെ ഉണ്ടായി ഞാൻ ആദ്യം പറയട്ടെ. ഉറപ്പായിട്ടും. അർച്ചന എന്ന് പറയുന്നത് തന്നെ ഓഫറിംഗ് എന്നാണ്. ഞാൻ സിസ്റ്റർ ആയിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ഒബ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഒബ്ലേഷൻ, സാക്രിഫൈസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒബ്ലേഷൻ. അപ്പോൾ ഒബ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടത് അർച്ചന. സോ ദ നെയിം, ഇത് എല്ലാവരും ഓർക്കും, പലരും എനിക്ക് എഴുതാറുണ്ട് ഡിയർ അർച്ചന. ഓ, സിസ്റ്ററിനെ അർച്ചന എൻ്റെ പേരാണ്, സ്ഥാപനത്തിന്റെ പേരെന്ന് വിചാരിച്ചുകൊണ്ട് ഡിയർ അർച്ചന എന്ന് പറഞ്ഞ് പലരും എഴുതാറുണ്ട്. പക്ഷേ ഈ അർച്ചന എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് ആർക്കും തിരിയാറില്ല. അപ്പോൾ ഈ അർച്ചനയുടെ അർത്ഥം ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന ഞങ്ങളുടെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അവതരണമാണ് അതിനകത്ത്. അടിപൊളി. അപ്പൊ എന്തായാലും ആ ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് മുൻപേ സിസ്റ്റർ പറഞ്ഞ പോലെ ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെ പേരാണ് ശരിക്കും നമ്മുടെ ട്രസ്റ്റിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രസ്ഥാനത്തിന് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. സിസ്റ്റർ കൂടെ തന്നെയുണ്ട്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് അന്ന. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് ഉയരയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റുമാനൂരിലുള്ള അർച്ചന വിമൻ സെന്റർ എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. ആൻഡ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള സിസ്റ്റർ ട്രേസിയമ്മ മാത്യു ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അർച്ചന ഉണ്ടായത് സിസ്റ്റർ? ഇതൊരു 2004 അർച്ചനയുടെ തുടക്കം ഇവിടെ ഏറ്റുമാനൂര്. ഞാൻ അതിന് മുൻപ് സോഷ്യോ എക്കണോമിക് യൂണിറ്റ്സ് കേരള എന്ന് പറയുന്ന ഒരു വാട്ടർ ആൻഡ് സാനിറ്റേഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വിപ്ലവകരമായ ചിന്ത ഉളവടലെടുക്കുന്നതും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതും. അത് സ്ത്രീകളെ എന്തുകൊണ്ട് മേസ്ത്രിമാരാക്കിക്കൂടും, എന്തുകൊണ്ട് അവർക്ക് ഉയർന്ന വരുമാനം കിട്ടുന്ന ഒരു സ്കിൽ അഭ്യസിച്ചുകൂടാ, ഇത് സമൂഹം പൊതുവേ സ്ത്രീകൾക്ക് പാടില്ല, സാധ്യമല്ല എന്ന് എഴുതി വരച്ചു വെച്ചിരിക്കുന്നതാണ്. മാറ്റം അസാധ്യമായിട്ടും തോന്നുന്ന രീതിയിൽ അത്ര കണ്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ ടോയ്ലറ്റ് നിർമ്മാണം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഒരു അഡ്വാൻസ് രീതിയിലുള്ള ടോയ്ലറ്റായിരുന്നു. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 1,00,000 ടോയ്ലറ്റ്സ് ഞങ്ങൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കാനുണ്ട്. അപ്പോൾ തൃശ്ശൂർ കേന്ദ്രമാക്കി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മെയിൻ സ്റ്റാഫായിട്ട്.
അപ്പം ഫീൽഡിൽ ചെല്ലുമ്പോൾ ഞാൻ പലയിടത്തും സ്ത്രീകൾ മൈക്കാർഡുകളായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പേഴ്സായിട്ട് മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അതെ അതെ. അതിലും ഞാൻ നോക്കിയപ്പോൾ ഇവർ ഒത്തിരി പേര് വിഡോസാണ്, ചിലർ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണ്. ഇങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ കണ്ടു. ഞാനും നാച്ചുറലായിട്ടങ്ങ് പോയി. പക്ഷെ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാനിടയായി, വേതനം കൊടുക്കുമ്പോൾ പുരുഷ മൈക്കാർഡിന് കിട്ടുന്നതിൻ്റെ പകുതിയെ പെൺ മൈക്കാർഡിന് കിട്ടുള്ളൂ. പക്ഷേ എമൗണ്ട് ഓഫ് വർക്ക് ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്തിരിക്കണം രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒരേപോലെ തീർത്തിട്ട് ഇറങ്ങി വരുമ്പോൾ പുരുഷന് 50 രൂപ അന്നത്തെ കൂലിയാണ് കേട്ടോ, മേടിച്ചേക്കല്ലേ, ഇന്നത്തെ 1000 ഒക്കെ കിട്ടുന്നിടത്തല്ല. അന്ന് മേസ്തിരിക്ക് 80 രൂപയും മൈക്കാർഡിന് 50 രൂപയും ആണിന്, പെണ്ണിന് 25 അല്ലെങ്കിൽ 30 ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു വേതനത്തിൻ്റെ ഡിഫറൻസ് ഒരേപോലെ അധ്വാനിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ വേതനത്തിൽ ഇത്ര കണ്ട് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് സഹിക്കാൻ പറ്റിയില്ല. സംതിങ് എൻ്റെ ഉള്ളിലങ്ങോട്ട് റോർ ചെയ്യുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു, ഒരു തിളച്ചു മറിയുന്നത് പോലത്തെ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് മേസ്തിരി കൊടുക്കാത്ത, ഇവർക്കും കൂടെ ഇത്രയും പണി അവരും ചെയ്തിട്ടില്ലേ, പെണ്ണുങ്ങൾക്ക് ഇത്രയേ കൂലിയുള്ളൂ മാഡം എന്ന് പറഞ്ഞുകൊണ്ട്, അവരെ സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അങ്ങനെയൊക്കെ ഒഴിവാക്കി. പക്ഷേ എനിക്കിത് ദഹിച്ചില്ല. ഭയങ്കരമായ ഒരു അസ്വസ്ഥത എന്നിലുള്ളവെടുത്തു. കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോർമേഷനിൽ തന്നെ ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഈ ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചും ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് സെഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സോഷ്യൽ അനാലിസിസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ട് ഇൻജസ്റ്റിസിൻ്റെ ഒരു മുഖമായിട്ടാണ് ഞാൻ കണ്ടത് അതിനെ. പിന്നെ ഞാൻ സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങളെന്താ പകുതി കൂലി മേടിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ പോകുന്നത്, നിങ്ങൾക്ക് വരാതിരിക്കാൻ മേലെ ഇതിനകത്ത്, വേറെ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ സിസ്റ്റർ ഇങ്ങനെയാണ് ശമ്പളം, പെണ്ണുങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു വേതനം ഇതാണ്. ഞങ്ങൾ വീട്ടുപണിക്ക് പോയാൽ 15 രൂപ കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ, പാടത്ത് പണിക്ക് പോയാലും അത്രയൊക്കെ കിട്ടുള്ളൂ, 25 രൂപയെങ്കിലും കിട്ടുന്ന ഏക തൊഴിൽ സ്ത്രീകൾക്കുള്ളത് ഇതാണ്. പിന്നെ ഞങ്ങൾ സിസ്റ്ററിന് അറിയാമല്ലോ, ഞങ്ങൾ വിധവകളാണ്, ഞങ്ങളുടെ പുരുഷന്മാരെ കൊണ്ടുവരാനില്ല. അപ്പം ഞങ്ങളുടെ കുടുംബം നോക്കണമെങ്കിൽ, കൊച്ചുങ്ങളുടെ കാര്യങ്ങളും പേരൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണമെങ്കിൽ ഈ ഒരു വരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഞങ്ങൾ ഇതിനിറങ്ങുന്നതിനെക്കുറിച്ച്, പുരുഷന്മാരുടെ കൂടെ ഇങ്ങനത്തെ ജോലി ചെയ്യാൻ ഇറങ്ങുന്നതിനെക്കുറിച്ച് സമൂഹത്തിന് വളരെ നിന്ദ്യമായ ഒരഭിപ്രായമാണ് ഉള്ളത്. ഞങ്ങളെ വളരെ മോശമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അതൊന്നും ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയറ് നിറയില്ല. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആത്മീയ രോഷമോ എന്ത് ചെയ്യാൻ അസ്വസ്ഥതയൊക്കെ ആയി. അപ്പം ഞാൻ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു നോക്കി, എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൊളീഗ്സിനോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു, നാട്ടിൽ നടക്കുന്ന രീതിക്കപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പം എനിക്കങ്ങനെ അങ്ങോട്ട് സബ്സൈഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു ഇവരെ ഇങ്ങനെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. നമുക്കും മേസ്തിരി പണി പഠിക്കാം, ഒരു മേസ്തിരി ആകുവാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ വർക്കുണ്ടല്ലോ, അപ്പം നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പണിയിപ്പിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അന്നേരമൊക്കെ അവർ ചിരിക്കുകയാണ്. പെണ്ണുങ്ങളോ മേസ്തിരി ആകുന്നത്, അത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ, അതുണ്ടോ നടക്കാൻ പോകുന്നു, നാട്ടുകാർ ഞങ്ങളെ കളിയാക്കുകയല്ലേ, അങ്ങനെ നല്ലവരെല്ലാം റെസിസ്റ്റ് ചെയ്ത് തന്നെ നിന്നു. ഒരുവിധം 8 മാസത്തോളം എടുത്തു എനിക്ക് ഇവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട്, ഇറ്റ് ഈസ് പോസിബിൾ. എന്നിട്ട് എല്ലാവരും ഒന്നും വിട്ടില്ല, ഏതാനും വിധവകളായിട്ടുള്ളവരും, കാരണം കെട്ടിയന്മാർ സമ്മതിക്കുകയില്ല, വീട്ടിൽ നിന്ന് അച്ഛനമ്മമാർ സമ്മതിക്കുകയില്ല, എങ്കിലും ഒരു 3-4 5-6 അവിവാഹിതകളായ പെൺകുട്ടികളും 3-4 വിധവകളായിട്ടുള്ളവരും 1-2 അല്ലാത്തവരും, അങ്ങനെ 12 പേരാദ്യം റെഡിയായി. അപ്പോൾ എനിക്ക് ഒരു ശ്വാസം നേരെ വീണു. ഇനി എങ്ങനെയാണെങ്കിലും ഞാൻ ഇവരെ കൊണ്ടുപോയിക്കോളാം എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങളുടെ പ്രോജക്റ്റിനും ഉണ്ടായിരുന്ന ഒരു ജെൻഡർ എംപവർമെൻറ്റ് ഒരു ഘടകം. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേനും അതിൻ്റെ സാങ്ഷനും ഒരു ഡച്ച് ലേഡിയായിരുന്നു അന്ന് ചാർജിലുണ്ടായിരുന്നത്, അവർ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പം അത് കാരണം ഇത് നടപ്പിലാക്കാൻ എനിക്ക് വളരെ അനുകൂലമായൊരു സാഹചര്യം അവിടെ കിട്ടി. പക്ഷേ ഈ പ്രതികൂല സാഹചര്യത്തെ, സ്ത്രീകളുടെ ഒരു ബുദ്ധിമുട്ടിനെ ഞാൻ നേരിട്ടത്, അവർക്ക് പിന്നെ ഞാനൊരു 5 ദിവസത്തെ സോഷ്യൽ ട്രെയിനിങ് കൊടുത്തു. അതിലൂടെ അവരുടെ ഒരു ആത്മബോധം വളർത്താൻ, ലീഡർഷിപ്പ് ഉണ്ടാക്കാൻ, സ്വയം അവബോധം ഉണ്ടാക്കാൻ, ഐ ക്യാൻ ഡു എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ, ഒരു 10 പ്രമാണങ്ങളൊക്കെ അവരങ്ങനെ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചു. എന്തൊക്കെ ചെയ്യണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അങ്ങനെ ശ്രദ്ധയോടെ പണിയണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ
അങ്ങനെ ആ 10 പ്രമാണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മോഡ്യൂളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി ഇങ്ങനെ എഞ്ചിനീയേഴ്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് തുടങ്ങി അവർ ആദ്യത്തെ കട്ട അങ്ങനെ വെച്ചപ്പോഴത്തേന് വെട്ടുകല്ലുകൊണ്ട് ആദ്യം ചെയ്യുന്നത്. കട്ട എടുത്ത് വെച്ച് അവർ തൂക്ക് ശരിയാണെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൈയടിച്ചങ്ങ് സന്തോഷം അങ്ങ് പ്രകടിച്ചു. അയ്യോ വി കണ്ടു, നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ള കൈവൊക്കെ സന്തോഷമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് ഏറ്റവും ആനന്ദമുണ്ടായ നിമിഷം അതായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ അവർ അങ്ങനെ പഠിക്കുമ്പോഴും ഞാൻ എൻ്റെ പ്രോജക്റ്റിൽ വെച്ചിരുന്നു ഇവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 25 രൂപ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കണം. അത് പലരെയും ഒബ്ജക്റ്റ് ചെയ്തു. അവർ ചോദിക്കും നമ്മൾ ഫ്രീ ആയിട്ട് പരിശീലനവും കൊടുക്കുന്നു, പിന്നെ അങ്ങോട്ട് കാശും കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനെന്ന സിസ്റ്റർ ഉണർന്നു. ഞാൻ പറഞ്ഞു ഇവർ വേതനമില്ലാതെ ഇത്ര ട്രെയിനിങ്ങിലേക്ക് വന്നാൽ അവരുടെ കുടുംബം പട്ടിണിയാവില്ലേ? അത് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ അവർക്കിപ്പോൾ കിട്ടുന്ന ആ തുക ട്രെയിനിങ്ങിൻ്റെ സമയത്തും കൊടുത്തുകൊണ്ട് സ്റ്റൈപ്പൻ്റായിട്ട് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് പഠിപ്പിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം 1 മാസം കൊണ്ട് അവർ കട്ടകട്ടൊക്കെ പഠിച്ചു. ഒരുവിധം ഒരു ടോയ്ലറ്റിൻ്റെ നിർമ്മാണം ഏകദേശമൊക്കെ പഠിച്ചു. പക്ഷേ ഞങ്ങളൊരു 3 മാസത്തോളം കൊണ്ടുപോയി. കാരണം പെണ്ണുങ്ങളല്ലേ, അവർ നല്ല ഉറപ്പ് വന്നിട്ടേ പുറത്തോട്ട് ഇറക്കുള്ളൂ എന്ന് കരുതിക്കൊണ്ട് കുറേയേറെ കട്ടി അഴിച്ചും പഠിച്ചു. അതിനുശേഷം അവരെ പുറത്തോട്ട് ഇറക്കി. പക്ഷെ ഒറ്റ വീട്ടിലും ഇത് പണിയിക്കാൻ ആരും സമ്മതിച്ചില്ല. എന്താണെന്നറിയാമോ? സ്ത്രീകളായതുകൊണ്ടാണോ? പെണ്ണ് കെട്ടിയാൽ ഉറപ്പുണ്ടാവില്ല. ഇത് എന്നോടൊരു സ്ത്രീ ചോദിച്ചു, മാഡത്തിന് വേറെ പണിയൊന്നുമില്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തിരുന്ന് ചാകണോ ഇതിങ്ങോട്ട് ഇടിഞ്ഞു വീണിട്ട്? അത്ര കണ്ടായിരുന്നു ഇതിനോടുള്ള പ്രതിഷേധം. അപ്പോഴത്തേന് ഞാൻ ചോദിച്ചു, കെട്ടിടത്തിൻ്റെ ഉറപ്പ് സിമെൻറ്റും അതിൻ്റെ കൂട്ടിലല്ലേ, അല്ലാതെ പെണ്ണുങ്ങളോ ആണുങ്ങളോ പണിയുന്നല്ലേ? എനിക്ക് വേണ്ട ഇവിടെ പെണ്ണുങ്ങൾ പണിയണ്ടെന്ന് പറയും. ഞാൻ തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാണിനെയും ഒരു പെണ്ണിനെയും കൂടെ ചേർത്ത് വിട്ടു. ആണ് മൈക്കാടായാലും മതി, ആണിനെ കണ്ടാൽ മതി ആളുകൾക്ക്, ദാറ്റ് ഈസ് ഓക്കെ. നമുക്കും അറിയാമല്ലോ ഇപ്പോഴും അത് തന്നെയൊക്കെയാണല്ലോ നമ്മുടെ സിറ്റുവേഷൻ. അപ്പോൾ അവിടുന്ന് ഞാൻ 2004 റിട്ടയർ ചെയ്യുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് 60-ാം വയസ്സ് റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അർച്ചന എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. അപ്പോൾ അവിടെ ഞാൻ ഒരു സ്ത്രീകളുടെ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി ജീവപൂർണ്ണ വനിതാ മേസ്തിരി സംഘം എന്ന് രജിസ്റ്റർ ചെയ്ത് 500 മേസ്തിരിമാരും ഹോളോബ്രിക്സ് നിർമ്മാണക്കാരും അങ്ങനെ പല പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരവിടെ കൂട്ടം ചേർത്ത് അവരുടെ സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അവരങ്ങോട്ട് അവരുടെ രീതിയിൽ നടന്നോട്ടെ. പിന്നീടാണ് ഇതിൻ്റെ തുടർച്ചയായിരുന്നു അർച്ചന. അടിപൊളി. എന്തായാലും 20 വർഷം നമുക്ക് ഏറ്റവും ചെറിയൊരു സമയം കൊണ്ട് ഏറ്റവും ബ്രീഫായിട്ട് നമ്മുടെ ത്രേസ്യാമ്മ സിസ്റ്റർ പറഞ്ഞു തന്നു. അർച്ചനയുടെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഉയരയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു വലിയ പ്രസ്ഥാനത്തെ പറ്റി, സ്ത്രീകളുടെ പ്രസ്ഥാനത്തെ പറ്റി. സോ അതിനു മുൻപ് ഒരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ സിസ്റ്റർ? ഒരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് ഇനി നമ്മൾ കൂടുതൽ അർച്ചനയെ അറിയാനായിട്ട് പോകുന്നത്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ള തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് വലിയൊരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത് ഉയരയിലൂടെ. ശരിക്കും നമ്മൾ ഇന്ന് ഉയരയിൽ ഈ പ്രസ്ഥാനത്തെ പറ്റി അറിയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളെ അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളെ തന്നെ ഉയരത്തിൽ പറക്കാനായിട്ട് സാധിക്കും എന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അർച്ചന വിമൻ സെന്റർ. അതിൻ്റെ ഫൗണ്ടറും അതുപോലെ ഡയറക്ടറുമായിട്ടുള്ള ത്രേസ്യാമ്മ മാത്യു സിസ്റ്ററാണ് നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. സിസ്റ്റർ വീണ്ടും ഒരുപാട് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുൻപേ എന്തായിരുന്നു അർച്ചന ഉണ്ടാവാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ബേസിക് സ്റ്റെപ്പ് എന്നുള്ളത് സംസാരിച്ചായിരുന്നു. സോ ശരിക്കും ഇപ്പം എന്താണ് അർച്ചന? നമ്മുടെ ഏറ്റുമാനൂരാണ് അർച്ചനയുടെ സ്ഥാപനം ഉള്ളത്. എനിക്ക് തോന്നുന്നു അർച്ചനയുടെ സ്ഥാപനവും നിർമ്മിച്ചിരിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് അല്ലെ? പെണ്ണ് കെട്ടിയ കെട്ടിടമാണ്. പെണ്ണ് കെട്ടിയ വീടാണ്. അതെ, പെണ്ണ് കെട്ടിയ വീടാണ്. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെയും കൂടെ തുടരുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് അപ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ തന്നെ പരിശീലനങ്ങളും ആദ്യം എല്ലാവരും പിന്നോട്ട് നിൽക്കത്തേ ഉള്ളൂ, ആരും മുന്നോട്ട് വരില്ല. വളരെയേറെ കോക്സ് ചെയ്ത് വേണം ഇവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. എന്നിട്ട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ഈ സോഷ്യൽ ട്രെയിനിങ്ങിലൂടെയൊക്കെ കടത്തിവിട്ട് അവർക്കൊരു ആത്മബോധമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുക.
അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേന് ഇവിടെ ഞങ്ങൾക്കൊരു 1000-നോടടുത്ത് സ്ത്രീകളെ മേസ്ത്രിമാരായിട്ടും ഒരു 750ഓളം പേരെ കാർപ്പൻറ്റേഴ്സായിട്ടും അങ്ങനെ ഒരു 100ഓളം 100 താഴെ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ് അങ്ങനെയുള്ള മേഖലകളിലെല്ലാം പരിശീലനം കൊടുത്ത് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഒരു 5-6 വർഷങ്ങളോളം തുടർച്ചയായിട്ട് വർക്കുകൾ നിന്നിട്ടുമുണ്ട്. പക്ഷേ അതിനുശേഷം ഇതൊക്കെ ഒരു 45 വയസ്സിനോടൊക്കെ പ്രായമുള്ള സ്ത്രീകളാണ് ഈ വരുന്നത്, അല്ല ചെറുപ്പക്കാരല്ല. കുട്ടികളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് അല്പം സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങാവുന്നവരാണ് ഈ വരിക. പിന്നെ അങ്ങനെയൊക്കെ പഠിച്ച് നമുക്ക് നല്ലൊരു കാർപ്പൻറ്ററി വർക്ക്ഷോപ്പ് ഉണ്ട്, ഫുള്ളി മാനേജ്ഡ് ബൈ വിമൻ. ഇപ്പം വിമണാണ് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത്. തുടക്കത്തിൽ നല്ല എക്സ്പെർട്ടിൻ്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ ആക്കിയെടുത്തു. പിന്നെ ഇപ്പോൾ എക്സ്പെർട്ടൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് അവരിലെ ഓമന എന്ന് പറയുന്ന ആളിപ്പം ഭയങ്കര പ്രശസ്തിയാണ്. റേഡിയോയിൽ, ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് ഇപ്പം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളൊക്കെ വന്നവളെ ഇപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓമനയുടെ കാർപ്പൻറ്ററി വർക്ക്ഷോപ്പിലാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെയാണ് മിക്ക വർക്കുകളും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിപ്പം ആ രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മേസ്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറേയേറെ ലൈഫിൻ്റെ വീടുകൾ പണിതിട്ടുണ്ട്. പിന്നീട് വലിയ വലിയ വില്ലകൾ പോലെ ഉള്ള വീടുകളിലേക്കും സ്ത്രീകൾ പണി തിറക്കി അവരുടെ സ്വന്തം ഞങ്ങൾ പറമ്പ് മേടിച്ച് ഫ്ലോട്ടുകൾ മേടിച്ച് വില പോലെ പണിത് വിറ്റു. ഇവരെ കൊണ്ട് പണിയിപ്പിച്ചുകൊണ്ട് വിറ്റു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ട്രെയിനിങ് സെൻ്ററാണ്. ഈ ട്രെയിനിങ് സെൻറ്റർ അർച്ചന ആർക്കിടെക്ട് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അർച്ചന ആ സെൻറ്റർ, വിമൻ സെൻറ്ററിൻ്റെ ട്രെയിനിങ് സെൻറ്റർ കംപ്ലീറ്റ്ലി സ്ത്രീകൾ നിർമ്മിച്ചതാണ്. അത് ഉണ്ടാക്കാൻ അതിൻ്റെ സിമെൻറ്റ് ബ്ലോക്സ്, അവിടെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്, സിമെൻറ്റ് ബ്ലോക്ക് നിർമ്മാണത്തിൻ്റെ വർക്ക്ഷോപ്പ്. മിൽടെക് ബ്രിക്ക് യൂണിറ്റ് എന്ന് പറയുന്ന സംഗതിയാണ്. 6 സ്ത്രീകളായിരുന്നു അതിൻ്റെ പണികൾ നടത്തുക, ചുമതലയെല്ലാം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ സൂപ്പർവൈസറും ഇപ്പോഴും. അപ്പോൾ ആണുങ്ങളില്ലാതെ ഇതൊക്കെ നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യവും എപ്പോഴും ഉദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വലിയ ഉത്തരവാണ്. അതുപോലെ തന്നെ എന്നെപ്പോലൊരു സ്ത്രീക്ക് ഇരുന്നുകൊണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനം മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും പല ചോദ്യങ്ങളും ഉയരാറുണ്ട് ഇപ്പോൾ പോലും. എല്ലാവർക്കും ഒരു ഈസ് ഇറ്റ് പോസിബിൾ? So it is possible when there is a will and there is a conducive atmosphere. Yes. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ സിസ്റ്ററിന്റെ ഓരോ സംസാരത്തിലാണെങ്കിലും ആ ഒരു എന്താ പറയുക, ഒരു ശക്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകളായിട്ട് നമ്മുടെ അർച്ചനയുടെ ആ ഒരു സക്സസിനും കാരണമായിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ. എന്തായാലും ഒരുപാട് സന്തോഷം സിസ്റ്റർ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. സിസ്റ്റർ കൂടെ തന്നെയുണ്ട്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് അന്ന. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് വലിയൊരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് അറിയാനായിട്ട് പോകുന്നത് ഉയരയിലൂടെ. ആൻഡ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യു ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്ററെ, ഇപ്പോൾ നിലവിൽ നമ്മുടെ അർച്ചനയിൽ എത്ര അംഗങ്ങളുണ്ട്? ഇപ്പോൾ അർച്ചനയുടെ വർക്കിൻ്റെ ഒരു റൂട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുകയാണ്. നോട്ട് ഓൺലി വിമൻ മേസൺസ്, കാർപ്പൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ് അങ്ങനത്തെ വർക്കുകൾ മാത്രമല്ല. കാരണം അതിലേക്ക് വളരെ കുറച്ച് പേർക്കേ വരാൻ സാധിക്കും. പക്ഷെ കൂടുതൽ പേർക്ക് അർച്ചനയുടെ പ്രവർത്തനങ്ങളുടെ ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ്സ് എന്ന പേരിൽ SHG മോഡലിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിലുണ്ട്, ഇടുക്കി ജില്ലയിലുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്, എറണാകുളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകൾ ഏകദേശം 200-200-ലധികം ഗ്രൂപ്പുകൾ 20 പേരൊക്കെ അടങ്ങുന്ന 15 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ ആളുകളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്കറിയാം. നന്നായിട്ട് അർച്ചനയുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളാണിത്. ഞങ്ങൾക്കതിനെല്ലാം അവരെയൊക്കെ നയിക്കാനുള്ള സ്റ്റാഫ് എല്ലായിടത്തുമുണ്ട്. അർച്ചനയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇവർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർക്ക് ചൂസ് ചെയ്യാം. അതിന് പ്രധാനമായിട്ടും അവരെ സംരംഭകരാക്കുക എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. എല്ലാവർക്കും മേശരി ആകത്തില്ല, എല്ലാവർക്കും ഇതാകത്തില്ല. പക്ഷേ ഇതൊരു വലിയൊരു ചലഞ്ചാണ്. മറ്റേതെന്ന് പറയുന്ന ഒരു സംരംഭകയാകുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. ഒരു സ്ത്രീ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചാൽ വീട്ടുകാർ മുഴുവൻ അവളെ ഇട്ടുകൊണ്ട് കൊല്ലാക്കൊല കൊല്ലും. അതുപോലെ തന്നെ നാട്ടുകാരും പറയും അവൾ ഇറങ്ങിയിട്ട് പൊട്ടി പലിഷായിപ്പോയി. ഇങ്ങനെ ആശയം ആണുങ്ങൾ അങ്ങനെ പൊട്ടിയാൽ അത് സാധാരണം സാധ്യം, അവൻ വീണ്ടും ട്രൈ ചെയ്ത് വിജയിക്കും. പക്ഷേ ഇവൾക്ക് അതിനുള്ള സ്കോപ്പില്ല.
അപ്പോൾ അത് തന്നെ ഞങ്ങൾ നല്ലൊരു എമൗണ്ട് സീഡ് മണി കൊടുക്കും ഇവർക്ക്. കൊടുക്കുന്നതിന് മുമ്പിൽ ഇവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ എന്തായിരിക്കും ചെയ്യാൻ കുറേ ആശയങ്ങൾ ഇട്ട് കൊടുക്കും. അതിൽ നിന്നും അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ ഒറ്റയ്ക്കോ ഗ്രൂപ്പായിട്ടോ ചെയ്യുന്ന രീതിയിൽ കൂടെ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഒരു കൃത്യമായ ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് 1-2 ലക്ഷം രൂപ ആക്കിക്കൊണ്ട് തുടങ്ങാൻ പറ്റുന്നത് കൊടുക്കും. അപ്പോൾ ഒരു സംരംഭകയായിക്കൊണ്ട് സ്വന്തം കാലിൽ നിന്നും വരുമാനമുണ്ടാക്കി അഭിമാനത്തോടെ നിൽക്കാനുള്ള ഒരു കെൽപ്പാണ് അർച്ചന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. ശരിക്കും ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. സിസ്റ്ററിൻ്റെ ഓരോ സംസാരത്തിലാണെങ്കിലും ഓരോ വാക്കുകളിലാണെങ്കിലും ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അർച്ചനയുടെ ഇനിയുള്ള യാത്രകളിലും അതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ആ ഒരു സന്തോഷത്തിലൊരു പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടുമുട്ടും. ഉയരയിൽ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗിക് ക്ഷേത്ര 89.6 FM. നമ്മൾ ഇന്ന് ഉയരയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റുമാനൂരിലുള്ള അർച്ചന വിമൻ സെന്റർ എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ്. ആൻഡ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യു ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. സിസ്റ്ററെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സിസ്റ്ററിനെ എല്ലാവരും മിസ്സേ എന്നാണ് വിളിക്കാറ്, അതെന്തുകൊണ്ടാ? അത് വലിയ രഹസ്യവും പരസ്യവുമാണ്. ആണോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പേഴ്സാണ്. സാധാരണഗതിയിൽ സിസ്റ്റേഴ്സിനെ ആളുകൾ കാണുന്ന ഒന്നുകിൽ യൂണിഫോം ഡ്രസ്, ഒരു റിലീജിയസ് ആയിട്ടല്ലേ? റിലീജിയസ് ആണ്. അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള വെയിലൊക്കെ ഇട്ടുള്ള രീതിയിലായിരിക്കും സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കാണുക. ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരെ പോലെ നമ്മുടെ ദിവംഗതനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് പറഞ്ഞിരുന്ന ആടുകളുടെ ചൂരുള്ള ഇടയന്മാരെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ആടുകളുടെ ചൂര് ശരിക്കും അറിയണമെങ്കിൽ അവരിൽ ഒരാളാവണം. അപ്പോൾ ഞങ്ങൾ സാധാരണ വേഷമൊക്കെയാണ് ധരിക്കുക. ഒന്നും തിരിച്ചറിയാനുള്ള അടയാളം ഞങ്ങൾ പുറത്തിടുകയില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സിസ്റ്ററാണെന്നൊരു മനുഷ്യരും അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാതിരിക്കാതെ വേണ്ടി കൂടിയാണ് ഈ സിസ്റ്റർ എന്നുള്ള വിളി ഉപേക്ഷിപ്പിച്ചിട്ട് മിസ് എന്ന് വിളിപ്പിക്കുക. ഓക്കെ, അത് കൊള്ളാം. കൂടത്തിലായി. ശരിയാണ്. എന്തായാലും നമ്മളൊന്ന് ട്രിക്കി ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. എന്തായാലും ആ രഹസ്യം പരസ്യമായിരിക്കുകയാണ് എന്നുകൂടി ഈ സമയത്ത് ഞാൻ സിസ്റ്ററിനെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇപ്പം നമുക്കറിയാം, ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലാതെ നമുക്ക് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടേ പുറത്തിറക്കിയിട്ടുള്ളൂ. കാരണം ആരും പുറത്തുനിന്ന് ഒരാൾ പറയരുത് സ്ത്രീകൾ പണിതുകൊണ്ട് ഇതായില്ലേ അവസ്ഥ എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ തന്നെയായിരിക്കും അർച്ചന കൊടുത്തിട്ടുള്ളതും. ഈ ട്രെയിനിങ് പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു സിസ്റ്ററെ? ഞങ്ങൾ അർച്ചനയെ സംബന്ധിച്ച് മറ്റാരും ചെയ്യാത്ത ചില വർക്ക്, ആണുങ്ങൾ പോലും ചെയ്തിട്ടില്ലാത്ത കുറേ മേഖലകളിൽ വർക്കുകൾ പഠിച്ചിട്ടുണ്ട്. ബാമ്പു, മുള കൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പണിതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ കാർപ്പൻട്രി എന്ന് പറയുന്ന വർക്ക് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ മുള കണ്ടിക്കാനും അതിൻ്റെ മെഷീനറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനും ആ മുള കൊണ്ടാണ് അത് കാർപ്പൻട്രിയുടെ വർക്ക്ഷോപ്പ് തന്നെ പണിതിരിക്കുന്നത്. ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരിടത്തും മുള കൊണ്ടുള്ളൊരു കെട്ടിടം ഒന്നും ഉണ്ടായിരുന്നില്ല. 2006 നടക്കുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തതയിലൂടെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുള കൊണ്ടുള്ള ആ കെട്ടിടം പണിതും, മുള കൊണ്ട് ഞങ്ങളുടെ കാർ പോർച്ചൊക്കെ ഉണ്ട്. മുള കൊണ്ട് ഞങ്ങൾ ഈ ഫ്ലഡിന് ശേഷം ഒരു വീട് പണിതു, സ്ത്രീകൾ തന്നെ. ഞങ്ങളുടെ ഇപ്പം എൻ്റെ കൂടെ കണ്ട ജയശ്രീ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിന് നേതൃത്വമൊക്കെ കൊടുത്തത്. ഓമനയാണ് അതിൻ്റെ കാർപ്പൻട്രി വർക്കുകൾ മുഴുവൻ ചെയ്തത്. മറ്റ് ലേഡീസ് അതിനകത്ത് കൂടി നിന്നുകൊണ്ട് അതിൻ്റെ ഹെൽപ്പ് വർക്കുകളൊക്കെ ചെയ്തു. സോ ആ വീട് ഒരു വളരെ പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് ഞങ്ങൾ മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആറിൻ്റെ തീരം. വെള്ളം കയറിയാലും വെള്ളം കയറി പോയാലും കുഴപ്പം വരാത്ത രീതിയിൽ പൊക്കിയൊക്കെ ഒരു ഏറുമാട്, ചെറിയൊരു ഏറുമാടും പോലെ കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. വെറൈറ്റി വീടാണ്. ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം വെൽഡിങ്. സ്ത്രീകൾ ഒരിടത്തും നിങ്ങൾ കണ്ടിട്ടില്ല വെൽഡിങ് ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പോൾ 4 ഗ്രൂപ്പായിട്ടുണ്ട് വെൽഡിങ്ങിൻ്റെ.
അവർക്ക് ഇഷ്ടംപോലെ വർക്കുകൾ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് കോഴിക്കോട് നിർമ്മാണം ഒരു ഗ്രൂപ്പ് കോഴിക്കോട് നിർമ്മാണത്തിൽ തന്നെ ഇങ്ങനെ എക്സ്പെർട്ടായിട്ട് നിൽക്കുകയാണ്. 10 കോഴിയിടാവുന്ന, 15 കോഴിയിടാവുന്ന, 25 കോഴിയിടാവുന്ന പ്രത്യേകതരം കോഴിക്കോടുകൾ തയ്യാറാക്കുകയാണ്, ഹൈടെക് കോഴിക്കോടുകൾ. അപ്പോൾ അത് നമ്മുടെ CAG വഴികളും പോകും, ഔട്ട്സൈഡേഴ്സിനും ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പല വർക്കുകളുണ്ട്, MCF എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ എല്ലാ നിർമ്മാണവും ഒരുപാട് വർക്കുകൾ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിവിടെ കോട്ടയം ജില്ലയിലേതാണ്, ഇവിടുത്തെ ഗ്രൂപ്പ് അത് ചെയ്യുന്നു. ആലപ്പുഴയിലാണെങ്കിലും ഇതുപോലെ തന്നെ മറ്റ് വർക്കുകൾ പിടിക്കുകയാണ് അവരും അവിടെ. അവർക്ക് ആട്ടിൻകൂടിന് നിർമ്മാണം വന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരി എണ്ണം. പിന്നെയുള്ള ട്രിവാൻഡ്രത്ത്, ഞങ്ങളിപ്പോൾ അടുത്ത കാലത്ത് ട്രിവാൻഡ്രം കൂടെ എടുത്തു. തിരുവനന്തപുരത്തെ ആദിവാസി ഗ്രൂപ്പുകൾക്കാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 14 ആദിവാസി പെണ്ണുങ്ങൾ, സ്ത്രീകളാണ്. അവരും വന്ന് ഈ വെൽഡിങ് പഠിച്ചിട്ട് ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെല്ലാവരും ഇവിടെ 20 വർഷത്തിൻ്റെ ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡാൻസും പരിപാടികളൊക്കെ നല്ല ഉഗ്രനായിരുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ. അപ്പം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് എന്തോരം അഭിമാനമാണ് തോന്നുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ മേല. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ അമർത്തി പിടിക്കുമായിരുന്നു അവരങ്ങോട്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാഴ്ചപ്പാട് തന്ന മിസ്സിന് ഞങ്ങളുടെ എന്ന് പറഞ്ഞിങ്ങനെ എന്നെ അവർ മാലയൊക്കെ അണിയിച്ച് അവിടെ തന്നെ മുളയും ചിരട്ടയൊക്കെ കൊണ്ടുള്ളൊരു മാലയൊക്കെ ഇടിച്ച് അവരുടെ ആഹ്ലാദം കാണേണ്ടതായിരുന്നേ. സോ വലിയ വലിയ മലകളുടെ മുകളിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്ന ആദിവാസി സ്ത്രീകൾ അവർ വെൽഡിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി പെർഫെക്റ്റ്. അടിപൊളി. അതായത് നമ്മൾ പലരും സമൂഹത്തിൽ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, സ്ത്രീകൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു വിധി എഴുതിയിട്ടുള്ള കുറേ അധികം ജോലികളുണ്ട്. പക്ഷെ ഒന്നുമല്ല. ലൈക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ റോങ് ആണ്. എനിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സ്വന്തം ത്രേസ്യാമ്മ മിസ് ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ വേജ് ഡിസ്ക്രിമിനേഷൻ വന്ന ആ ഒരു മൊമെന്റിന് ഇത്രയും വലിയൊരു അമൂല്യമായിട്ടുള്ളൊരു നിമിഷം കാഴ്ചവെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രസ്ഥാനം നമുക്ക് തരാനായിട്ടുള്ളൊരു കാരണം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. എന്തായാലും ഇനിയും ഒരുപാട് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. സിസ്റ്റർ കൂടെ തന്നെയുണ്ട്, നമ്മുടെ മിസ് കൂടെ തന്നെയുണ്ട്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് അന്ന. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. സ്കിൽ ഡെവലപ്മെന്റുകളിലൂടെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂട്ടുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണം ഉറപ്പായിട്ടും സാധ്യമാകുമെന്ന് നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റുമാനൂരുള്ള അർച്ചന വിമൻ സെന്റർ. ആൻഡ് അർച്ചന വിമൻ സെന്ററിന്റെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള ത്രേസ്യാമ്മ സിസ്റ്ററാണ് നമ്മോടൊപ്പം ഇന്ന് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഏകദേശം 2000-ലധികം സ്ത്രീകളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് അർച്ചന വിമൻ സെന്റർ. സോ അവരുടെ ഒക്കെ ജീവിത രീതി മാറ്റാൻ, ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുന്നതും ത്രേസ്യാമ്മ മിസ്. മിസ്സേ, നമ്മൾ കുറേ കാര്യങ്ങൾ അർച്ചന വിമൻ സെന്ററിനെ പറ്റി അറിഞ്ഞു. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട് എനിക്ക്. അതിൽ ഇപ്പം നമുക്കറിയാം, നമ്മളെ മെയിനായിട്ട് അർച്ചന വിമൻ സെന്റർ ഫോക്കസ് ചെയ്യുന്നത് മേസ്ത്രിപ്പണി അല്ലെങ്കിൽ കാർപെൻട്രി ഒക്കെ തന്നെയാണ് അല്ലേ. ശരിക്കും ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പൊതുവെ സമൂഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ മേഖലയാണ്. അത് പുരുഷന്മാർ ചെയ്താലേ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ. കുറച്ച് മുൻപേ സിസ്റ്ററിന് പറഞ്ഞ ഒരു അനുഭവത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ക്ലിയർ ആണ്. ഒരു സ്ത്രീയാണ് അതും പറഞ്ഞത് അല്ലെ, സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ, ഒരു വിശ്വാസമില്ലായ്മ ഫീല് വന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വീടുകൾ, വില്ലകൾ ഒക്കെ നിർമ്മിച്ച് വലിയൊരു സക്സസ് സ്റ്റോറി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അർച്ചന വിമൻ സെന്ററിന്റെ മെയിൻ ഫൗണ്ടറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. സിസ്റ്ററെ, ഈ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ വരാൻ പറഞ്ഞപ്പോൾ അവരെത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു, അവരെത്രത്തോളം അവരിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ അവർക്കൊട്ടും തന്നെ അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒട്ടും സാധിക്കുന്ന പ്രതീക്ഷയില്ല. എല്ലാവരും ചിരിച്ചും കളിയാക്കി ചിരിക്കുന്നവരൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കത്തേ ഉള്ളൂ. പിന്നെ എങ്ങനെ ചെയ്ത് നോക്കുക, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തന്ത്രങ്ങൾ ഞാൻ ഉപയോഗിക്കണം അവരെ ആക്കിയെടുക്കണമെങ്കിൽ. ചിലർ ചോദിക്കും എന്തിനാ എത്ര പാടുപെട്ട് ആണുങ്ങൾ ചെയ്തോളുക എന്നൊക്കെ ചോദിക്കുമായിരുന്നു എന്നോട്. പക്ഷേ ഇതുവഴി ഉണ്ടാകുന്ന ഒരു ശാക്തി ബെനിഫിറ്റ്, ഒരു സ്ത്രീ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അത് അവളുടെ വീട്ടിൽ പ്രയോഗിച്ച് കഴിയും. ഉടനെ തന്നെ അവരുടെ വീട്ടിൻ്റെ അടുക്കള പണിതോ മറ്റേത് പണിതോ വൃത്തിയാക്കി വെട്ടി അങ്ങനെയൊക്കെ അവർ വേഗം അവരുടെ വീട് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. ഒരു സ്ത്രീയും മേസ്തിരിപ്പണി പഠിച്ച ഒരു സ്ത്രീയും സ്വന്തം വീട് ശരിയാക്കാതില്ല.
അതാണ് അതിൻ്റെ ഏറ്റവും. അതേസമയം എനിക്കറിയാം ഇവരെ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നൊരു മേസ്തിരി പോലും കൂടെ, ഗുരുവായിരുന്ന മേസ്തിരി പോലും കൂടെ അയാളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കൂടെ വഴക്ക് പറഞ്ഞിട്ടാണ് ആ വീട് പോലും ശരിയാക്കിയത്. പക്ഷേ ആണുങ്ങൾക്ക് അത്രയും കൺസേൺ ഇല്ല വീടിൻ്റെ കാര്യം, പെണ്ണുങ്ങൾക്ക് അതേസമയം അപ്പം തന്നെ. പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഞായറാഴ്ചകളിൽ പോയി ഓരോരുത്തരുടെയും വീടുകൾ പരസ്പരം സഹായിച്ച് കെട്ടാൻ കൂടുമായിരുന്നു. രാധിക എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മേസൺ ആണെങ്കിൽ അവളും കെട്ടിയവനും കൂടെ തന്നെയാണ്. കെട്ടിയവൻ മൈക്കാടും അവൾ മേസ്തിരിയായിട്ട്. ഞങ്ങൾ തന്നെ പണിതോളാം. കുമരകത്ത് അവള് തന്നെയാണ് മുഴുവൻ പണിത്. വളരെ വളരെ ഞങ്ങൾക്ക് വളരെ വളരെ അഭിമാനകരമായ ഒരുപാട് സംഗതികളാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ തൊഴിലുറപ്പ് വന്നതോടെ സ്ത്രീകൾക്ക് ഇത്തരം മേഖലകളിലേക്ക് വരാനുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. ഒന്ന്, നമ്മുടെ കൾച്ചർ വളരെ മാറി. പഴയ സിസ്റ്റത്തെ പഴയതുപോലെ ദാരിദ്ര്യമോ പഴയതുപോലെയുള്ള തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇപ്പോൾ ഇല്ല. എങ്ങനെയാണ് തൊഴിലുറപ്പിൽ പോയാലും 100 ദിവസമേ ഉള്ളെങ്കിൽ ഇപ്പോൾ 35,000 40,000 രൂപയൊക്കെ ഒപ്പിക്കാവല്ലോ ഇപ്പം. അപ്പം അതൊക്കെ മതി എന്നൊരു സന്ധിയിലേക്ക് വന്നിരിക്കുകയാണ് സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം എടുത്തുള്ള ജോലികൾ ചെയ്യാനുള്ള താല്പര്യം പാടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാരണം ഇപ്പോൾ മേസ്തിരി പണിയിലേക്കോ കാർപ്പൻട്രിയിലേക്കോ ഒന്നും വളരെ വിരളമായിട്ട്. ഇപ്പോൾ കാർപ്പൻട്രി പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുറേ കൂടെ ഹയർ ലെവലിലുള്ള കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ചില പെൺകുട്ടികൾക്കൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഒരു തൊഴിലിലേക്കായിട്ട് വരുന്നതല്ല. അവർ പക്ഷേ പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ചെയ്യാമല്ലോ, എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ മെഷീനൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുന്നു. അങ്ങനെ 1-2 പിള്ളേർ ഇപ്പോൾ പഠിച്ചിട്ട് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ലേഡി എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ ഇത് റേഡിയോയിലൂടെയൊക്കെ കേട്ടപ്പോഴത്തേനും ടി വിയിലൊക്കെ ഈയിടെ വന്നല്ലോ, പത്രത്തിലും എല്ലാം വന്നു. പിന്നെ അർച്ചനയുടെ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്, ഞങ്ങൾ ഡൊമസ്റ്റിക് വയലൻസോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിലോ പെടുന്ന സ്ത്രീകൾക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അവർക്ക് ആവശ്യമായ കൗൺസിലിങ് അല്ലെങ്കിൽ ലീഗൽ എയ്ഡ്, കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ, അവർക്കൊരു ഷെൽട്ടറിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഇടപെടുന്നൊരു സ്ഥാപനം കൂടിയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നപ്പോഴത്തെ നമ്മുടെ സൈനിക പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പം ജസ്മോളുടെ ആണെങ്കിൽ ഞങ്ങൾ അറിയുന്നൊരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അതൊക്കെ വളരെ ഖേദകരമായ സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സഹിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ അർച്ചന സ്ത്രീകൾക്കൊരു താങ്ങും തണലും കൂടെ വേറെ തരത്തിലും കൂടെ ആവുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങളിൽ പെടുമ്പോഴത്തേക്ക് അവർക്ക് ഞങ്ങൾ ഇടപെട്ടിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടതാണെങ്കിൽ അതിന് സഹായകമാകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ പേരൻസുമായിട്ടൊക്കെ സംസാരിപ്പിക്കേണ്ട ഇടപാടുകൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ശക്തമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ്ങുണ്ട്, ഒരു അഡ്വക്കേറ്റും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, സ്ത്രീകളുടെ തുല്യത, പദവി, അവകാശം, സ്വാതന്ത്ര്യം, സാമ്പത്തിക സുരക്ഷിതത്വം, ഇതൊക്കെയാണ് ഞങ്ങൾ അർച്ചന ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ആത്മീയമായ വളർച്ചയും ഞങ്ങൾ നോക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊരു ആത്മബലം ഉണ്ടാകണം, ആത്മീയ ചൈതന്യം കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരു ദൈവിക ചൈതന്യം ഇങ്ങനെയാണ്, അവരുടേതായ മതങ്ങളിലൂടെയാണോ അല്ലാതെ മതമോ ഒന്നുമില്ലാതെയാണെങ്കിലും ഒരു പരാശക്തിയിൽ നമ്മളിലുണ്ട്, ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമ്മളിലുണ്ട്. ആ ഒരു ബോധ്യം കൂടെ വളർത്തിക്കൊണ്ടാണ് അർച്ചന പ്രവർത്തിക്കുക. ഇതൊരു മെറ്റീരിയൽ ഡെവലപ്മെൻ്റ് അല്ല, ഇറ്റ്സ് എ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഹോൾ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് അത് നോക്കുന്നത്. സോ വിമൻസ് റൈറ്റ്സ് ആർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ഞങ്ങൾ ആക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈസ്. എന്തായാലും ആ ഒരു ദൗത്യം, ആ ഒരു മൂവ്മെന്റ് എന്തായാലും ഉറപ്പായിട്ടും സക്സസിൽ തന്നെ എത്തിയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു സ്ത്രീക്ക് വേണ്ടത്, ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഇന്നത്തെ വേൾഡിൽ. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ അർച്ചന വിമൻ സെന്ററിന് ഒരു അടിപൊളി സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ സ്വന്തം AWCയെ പറ്റി അറിയുന്നുണ്ട്. കേൾട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ കൂടെയുള്ളത് അന്നയും. വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ ലേഡിയാണ്, നമ്മുടെ സ്വന്തം ഏറ്റുമാനൂർ അർച്ചന വിമൻ സെന്ററിന്റെ ഫൗണ്ടറും ഡയറക്ടറുമായിട്ടുള്ള സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യു. സിസ്റ്ററെ, നമ്മൾ കുറേ കാര്യങ്ങൾ അർച്ചന വിമൻ സെന്ററിനെ പറ്റിയിട്ട് അറിഞ്ഞു.
അതിലെനിക്ക് ഇനി അറിയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ആയിട്ട് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2004 നമ്മുടെ AWC സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ 20ാം വർഷത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 20 വർഷത്തിലും ഒരു ലക്ഷക്കണക്കിന് മെമ്മറീസ് ഉറപ്പായിട്ടും സിസ്റ്ററിന് ഉണ്ടായിരിക്കും. എങ്കിലും എടുത്തു പറയാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്മറബിൾ മൊമെന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാമോ? എനിക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് മെമ്മറി നിൽക്കുന്നത് കൽക്കട്ടയിലുള്ള ഗ്രീൻ പ്ലൈ കമ്പനി. അവരുടെ സ്ത്രീകൾക്കും കൂടെ കാർപ്പൻട്രിയിൽ പരിശീലനം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ ട്രെയിനിങ് ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവർ ഓൾ ഇന്ത്യ ലെവലിൽ സെർച്ച് ചെയ്തിട്ട് ഒരിടത്തും അവർക്ക് ഇങ്ങനെ ഒരു ഉള്ളതായിട്ട് അറിയത്തില്ല. എങ്ങനെയോ അവർ സെർച്ച് ചെയ്തപ്പോൾ അർച്ചന കാർപ്പൻട്രി നിട്ടുകൊടുത്ത് വിമൻ കാർപ്പൻട്രി നിട്ടുകൊടുത്തപ്പോൾ അർച്ചന വിമൻ സെൻ്റർ എന്ന് കിട്ടി. ഉടനെ അവരവിടുന്ന് ഫോൺ ചെയ്തു, ഇങ്ങനൊരു സംഗതി ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരവിടുന്ന് പറന്നിറങ്ങി ഇവിടെയോട്ട്. അവരുടെ മെയിൻ ആൾക്കാരൊക്കെ കൂടെ ഒരു 8-10 പേരിങ്ങ് വന്നു നമ്മുടെ കാർപ്പൻട്രി വർക്ക്ഷോപ്പൊക്കെ കണ്ട് നമ്മുടെ ലേഡീസ് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. അവർ പറഞ്ഞു, ഓ ദിസ് ഈസ് പോസിബിൾ, സംതിങ് ഗ്രേറ്റ്, വി കനോട്ട് ബിലീവ് എന്ന് പറഞ്ഞ് പിന്നെ അവരുടേതായിട്ട് ഈ ഒരു വലിയൊരു ഷെൽഫ് അവരോട് പണിയിപ്പിച്ചു, നമ്മുടെ സ്ത്രീകളെ കൊണ്ട് പണിയിപ്പിച്ചു. എന്നിട്ട് അവിടെ കാണിക്കാൻ അവരുടെ പ്ലൈവുഡ് ഉപയോഗിച്ചുകൊണ്ട് എന്നിട്ട് പിന്നെ കൽക്കട്ടയിലേക്ക് നമ്മുടെ ഈ സ്ത്രീകളെയും ഞാനും കൂടെ പോയി. എന്നിട്ട് ചെന്നിട്ട് ഒരു ഫിലിമൊക്കെ അവരുണ്ടാക്കി. അവരുടെ ഫിലിം പ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് കമ്പനി വന്നിട്ട് ഇവിടെ ഒരു 5-6 ദിവസം താമസിച്ച് അവരെ ചെയ്യുന്നതിൻ്റെ എല്ലാം എടുത്തൊരു നല്ലൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. എന്നിട്ട് അത് അവിടെ കൽക്കട്ടയിൽ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൽക്കട്ടയിൽ ചെന്ന് പറന്നങ്ങ് ഇറങ്ങുമ്പോഴത്തേനും ഈ എയർപോർട്ടിലെല്ലാം നമ്മുടെ സ്ത്രീകൾ ഈ മിന്നി മറയുന്ന TV ചാനൽ ഇതുണ്ടല്ലോ, സ്ക്രീനിൽ മിന്നി മറയുന്ന നമ്മുടെ സ്ത്രീകളാണ്. നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ഇങ്ങനെ സ്ലൈഡ് ഷോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക എയർപോർട്ടിൽ. ഓർത്താണ്. അപ്പം ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ ഇത് കാണിക്കുകയാണ്, ഈ ഷെൽഫ് അങ്ങ് കാണിക്കുക. എന്നിട്ട് അത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവരോട് ചോദിക്കും ഇതിനകത്ത് എന്ത് കാര്യം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവരോട് ചോദിക്കും ഈ സിനിമ സ്റ്റാഴ്സും പലരും ഉണ്ട്, വലിയ പ്രൊമിനൻറ്റ് ലേഡീസാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഓരോരോ ആ ടോയ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാം, ബ്രെഡ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാം, അങ്ങനെ ഷർട്ട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാം, അങ്ങനെ ആരും ഷെൽഫിലേക്ക് നോക്കുന്നില്ല. അപ്പോഴത്തേന് ഇവരെന്നെ എടുക്കുന്നറിയോ, ഈ ഷെൽഫ് പണിതുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ അങ്ങോട്ട് വീഡിയോ കാണിക്കും. ഈ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും, മൊത്തം സ്റ്റേജിലേക്ക് ലൈവായിട്ട് അങ്ങ് ചെല്ലും. So that was one of the striking remarkable moment അല്ലേ? Yes. പിന്നെ അതവര് ഈ ചെറിയ ഫിലിം ഉണ്ടല്ലോ, ഷോർട്ട് ഫിലിം എല്ലാ തിയേറ്ററുകളിലും അവരുടെ ഹിന്ദി തിയേറ്ററുകളിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അർച്ചന വിമൻ സെന്ററും അതുപോലെ അതിലുള്ള അംഗങ്ങളും ഒപ്പം നമ്മുടെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ത്രേസ്യാമ്മ സിസ്റ്റർക്കും ഗംഭീരമായിട്ടുള്ള സന്തോഷങ്ങളും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്കും എത്താനായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിമൻ സെന്ററിനെ പറ്റി, നമ്മുടെ സ്വന്തം അർച്ചനയെ പറ്റി പറയാനുണ്ട് അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇപ്പോഴല്ല, ഇനി നമുക്ക് മറ്റൊരു അവസരത്തിലാവട്ടെ കൂടുതൽ കാര്യങ്ങൾ അറിയാം, കേൾക്കാം, മനസ്സിലാക്കാം. സോ ഞാനും നമ്മുടെ ത്രേസ്യാമ്മ സിസ്റ്ററും പതുക്കെ ഇവിടെ നിന്ന് സ്കൂട്ടാവണം കേട്ടോ. സോ ഇതുവരെ സിസ്റ്ററിന്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രഷ്യസ് ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിലും ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയതിലും ഒരുപാട് താങ്ക്സ് പറയാണ്. ഒരുപാട് സന്തോഷം സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും കലക്കൻ പരിപാടികൾ ഇതുപോലെ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അർച്ചന വിമൻ സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ സിസ്റ്റർ ത്രേസ്യാമ്മ മാത്യു. 89.6 FM.